മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ രാമൻ, കൃഷ്ണൻ എന്നീ മൂർത്തികൾക്ക് ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. വാമനൻ, പരശുരാമൻ, വരാഹമൂർത്തി, നരസിംഹമൂർത്തി എന്നിവയ്ക്കും കുറവല്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ ആദ്യ അവതാരമായ മത്സ്യമൂർത്തിക്ക് കേരളത്തിൽ അധികം ക്ഷേത്രങ്ങൾ കാണാനില്ല. വയനാട്ടിലെ മീനങ്ങാടിയിൽ ഒരു മത്സ്യാവതാര ക്ഷേത്രമുണ്ട്. ക്ഷേത്രവിശേഷങ്ങൾ ധാരാളമുള്ള മലയാളക്കരയിലിതാ ഒരു ക്ഷേത്രവിശേഷവുമായി ഇന്നത്തെ ദീപാരാധന കാഴ്ചയെത്തുന്നു. പച്ചപ്പട്ടുടയാടകൾ പോലെ വയലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിന്റെ അനശ്വരമായ നാദമാണ് തൃപ്പല്ലവൂർ ശിവക്ഷേത്രം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സർവവും മംഗളകരമാകുന്ന ഈ നാദം തന്നെയാണ് പല്ലാവൂർ ഗ്രാമത്തിന്റെ ആത്മനാദവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളവും. പല്ലവ രാജാക്കന്മാരിൽ നിന്നാണ് പല്ലാവൂർ എന്ന സ്ഥലനാമമുണ്ടായതെന്ന് ചരിത്രം പറയുന്നു. പാലക്കാടും പരിസര പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ആധിപത്യത്തിലായിരുന്നു. പല്ലവരുടെ പട്ടണമായിരുന്ന തമിഴ്നാട്ടിലെ പല്ലവാരത്തിനും പല്ലാവൂർ എന്ന പേരിനുമുള്ള സാമ്യതകൾക്കപ്പുറം രണ്ട് പ്രദേശത്തും പല്ലവന്മാർ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമവാസികൾക്കിടയിൽ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു ആത്മീയ കഥ കൂടി നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. രാവണ സഹോദരനായ ഖരന്റെ കൊടും തപസ്സിനാൽ ഖരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ ഖരന് 3 ശിവലിംഗങ്ങൾ നൽകുകയുണ്ടായി. ശിവലിംഗങ്ങളിൽ 2 എണ്ണം ഇരുകരങ്ങളിലുമേന്തി മറ്റൊന്ന് നാവിൻ തുമ്പത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശമാർഗേണ യാത്ര ചെയ്യുകയായിരുന്ന ഖരൻ വിശ്രമത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിലത്ത് വെച്ച 3 വിഗ്രഹങ്ങളും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം 3 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിതമായി എന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് ശ്രീ ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതെന്നും ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ പല്ലാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഖരൻ പല്ലുകൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്നും അതുകൊണ്ടാണിവിടം പല്ലാവൂരെന്നറിയപ്പെടുന്നതും എന്നതാണ് മറ്റൊരു വിശ്വാസ പ്രമാണം. അതിപുരാതനമായ പല്ലാവൂർ ക്ഷേത്രത്തിൻ്റേത് ചെമ്പു തകിടുകളാൽ പൊതിഞ്ഞ മനോഹരമായ വട്ടശ്രീകോവിലാണ്. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന മഹാദേവൻ ശാന്തസ്വരൂപനായാണ് ഇവിടെ കുടികൊള്ളുന്നത്. വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതീദേവിയുമുണ്ട്. ഇതാണ് മറ്റൊരു സവിശേഷത. വിശ്വപുരുഷനായ ശിവനും പ്രകൃതിശക്തിയായ പാർവതിയും ചേരുമ്പോൾ പ്രപഞ്ച താളമാകുന്നു. സ്ത്രീയെ പുരുഷനിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ലെന്നും രണ്ടും ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെന്നും താളമെന്നും ലയമെന്നും അർദ്ധനാരീശ്വര രൂപത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് ദേവിയും ദേവനും തുല്യശക്തിയായി കുടികൊള്ളുന്ന പല്ലാവൂർ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷദായകമാകുന്നു. ശിവനും പാർവതീദേവിയും ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ദർശനമരുളിയിരിക്കുമ്പോൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ ശാസ്താവും ശ്രീമുരുകനും ശ്രീഗണപതിയും ഉപദൈവങ്ങളായി നിലകൊള്ളുന്നു.
ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി കീഴിലും ക്ഷേത്രമായി ഒരു ശ്രീകൃഷ്ണ കോവിലും നിലനിൽക്കുന്നുണ്ട്. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിനോട് ചേർന്ന ഉപദൈവങ്ങളുടെ ക്ഷേത്ര സമുച്ചയങ്ങളും പഴമയുടെ സൗന്ദര്യത്തോടെ തന്നെ നിലനിൽക്കുന്നു. ക്ഷേത്രത്തിനു കിഴക്കുവശത്തായി വിശാലമായൊരു ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രക്കുളം ശിവന്റെ ഭൂതഗണങ്ങളാൽ നിർമ്മിതമായ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മതിലുമായി ബന്ധപ്പെടുത്തി ഒരു കഥയും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യസ്പർശമില്ലാത്ത ഒരു രാത്രി ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ നിർമ്മിക്കാൻ വരികയുണ്ടായി അത്രേ. നിശബ്ദതയിൽ മതിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കെ സൂര്യോദയത്തിനു മുമ്പായി ക്ഷേത്രക്കുളത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ സ്നാനത്തിനായി വന്നുവെന്നും ആ സ്ത്രീ ഭൂതഗണങ്ങളെ ദർശിച്ചതോടെ അവർ ക്ഷേത്രമതിൽ നിർമ്മാണം നിർത്തിവയ്ക്കുകയുമായിരുന്നു അത്രേ. ശിലാപാളികൾ അടുക്കി നിർമ്മിച്ച ക്ഷേത്രമതിലിൻ്റെ ഒരു വശം ഇപ്പോഴും പണി പൂർത്തിയാകാത്ത അവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ഈ കഥയ്ക്ക് പിൻബലമേകുന്ന മറ്റൊരു വസ്തുത. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന തൃപ്പല്ലാവൂർ ആറാട്ട് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ അച്ഛനും മകളും ഒരുമിക്കുന്ന അപൂർവമായ കാഴ്ച രണ്ടു ദേശക്കാർക്കും വേറിട്ടൊരനുഭവമാണ് സമ്മാനിക്കുന്നത്. ദേവന്റെയും ദേവിയുടെയും തിടമ്പുകൾ കൈമാറുന്ന ഈ ചടങ്ങ് വളരെ സവിശേഷമാണ്. ഓംകാരമെന്നാൽ ശുദ്ധവും സർവഗ്രഹങ്ങളുടെയും താളം നിലനിർത്തുന്ന ശൈവശക്തി തന്നെ. മൗലിയിൽ ചന്ദ്രക്കല ചൂടുന്ന ഭഗവാൻ ചന്ദ്രകലാധരനാകുമ്പോൾ ഭഗവാന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആകാശവും ജലവും അഗ്നിയും ഭൂമിയും വായുവും ദർശിക്കുവാൻ കഴിയുന്നു. കലാകാരന്മാരുടെ കേദാരഭൂമിയാണ് പല്ലാവൂരപ്പൻ്റെ മണ്ണ്. പല്ലാവൂരിൻ്റെ മണ്ണ് വിളയിച്ചെടുത്ത കലാകാരന്മാരിൽ പലരും ലോകശ്രദ്ധയെ ആകർഷിച്ചവരാണ്. ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്ന പരമ്പരകൾ മക്കളിലൂടെയും ചെറുമക്കളിലൂടെയും നിലനിൽക്കുന്നതുകൊണ്ട് പല്ലാവൂരിൻ്റെ സന്ധ്യകൾ താളമേളങ്ങളാൽ ആനന്ദഭരിതമാകുന്നു. അങ്ങനെ പല്ലാവൂരിൻ്റെ കലാഭൂമികയിൽ പുതുനാമ്പുകൾ കാലാന്തരങ്ങളോളം നിലനിൽക്കട്ടെ.
ക്ഷേത്രപൂജകൾ കഴിഞ്ഞു. ഇനിയുള്ള രാത്രിയുടെ യാമങ്ങൾ ശിവകുടുംബത്തിൻ്റേതാണ്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വൻമതിലിനു മുകളിലായി ശ്രീഭൂതഗണങ്ങൾ നിരന്നു. ഇനി പല്ലാവൂരപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഗംഗയും മാനസ സരസും നിറയുകയായി. മഹാദേവന്റെ ഢമരുവിൽ നിന്നും പ്രപഞ്ചനാദം നിറയുമ്പോൾ ആ നടനത്തിൻ്റെ താളത്തിൽ ശിവകുടുംബം ലയിച്ചു ചേരുന്നു. പല്ലാവൂർ ഗ്രാമം ഓംകാരമന്ത്രങ്ങൾ ആത്മാവിലേക്ക് ആവാഹിച്ചു. മഹാദേവ, പരമേശ്വര, എൻ്റെ ഈ ഓംകാര പ്രാണായാമങ്ങൾ നിന്നിലേക്കുള്ള യാത്ര തന്നെ. നിന്നിലേക്കുള്ള എൻ്റെ ഈ യാത്ര തിരിച്ചറിഞ്ഞ് എനിക്ക് ദീനമില്ലാത്ത ജീവിതവും അനായാസ മരണവും നിന്നിൽ അചഞ്ചലമായ വിശ്വാസവും തന്ന് എന്നെ അനുഗ്രഹിക്കണമേ.